നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സിറിയയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് റഷ്യ സിറിയൻ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ആക്രമണത്തിലേക്ക് കടന്നു വന്നതോടുകൂടി തന്നെ പല നഗരങ്ങളും അലപ്പോ ഇപ്പോൾ കത്തുന്നു എന്നൊരു വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ശരിക്കും അവർ ഡമാസ്കസിലേക്ക് കടക്കാനുള്ള നീക്കം നടത്തുന്നു. അലപ്പോയുടെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ശരിക്കും അങ്ങനെ എളുപ്പത്തിൽ ഇത്ര മുന്നേറി കഴിയുമ്പോൾ അവർക്ക് ഡമാസ്കസ് പിടിച്ചെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടോ? HTS ഇപ്പോൾ അലപ്പോ കീഴടക്കി എന്ന വാർത്തകൾ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. കഴിഞ്ഞ കുറെ കാലമായി ഇദ്ലിബ് പ്രവിശ്യ അവരുടെ കൈവശമായിരുന്നു. ഇദ്ലിബിനോടനുബന്ധിച്ച് ഏകദേശം 55ഓളം ചെറു പട്ടണങ്ങൾ അത് നേരത്തെ തന്നെ ഈ HTS വിഭാഗം പിടിച്ചിരുന്നു. HTSനെ നയിച്ചിരുന്ന അൽജലാനി കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്നു എങ്കിലും അതിൽ യാതൊരുവിധ സ്ഥിരീകരണവും പുറത്തു വരുന്നില്ല. എന്നാൽ ഏറ്റവും അപകടകരമായ തലത്തിലേക്ക് ഈ ആക്രമണവും യുദ്ധവും കടന്നിരിക്കുന്നു. സമാനതകളില്ലാത്ത വിധത്തിൽ സിറിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതി വീഴാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് മുന്നിൽ. അത് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, വർത്തമാനകാലം വിലയിരുത്തുമ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യമാകും. ഇപ്പോൾ ആക്രമണത്തിന്റെ രീതി ലോകരാജ്യങ്ങൾ എന്തുകൊണ്ട് സിറിയയെ തങ്ങളുടെ ചവിട്ടുപടിയാക്കി ഉപയോഗപ്പെടുത്തുന്നു? 2011 സിറിയയിൽ തുടങ്ങിയ ഒരു ആഭ്യന്തര യുദ്ധം, അതിൻ്റെ അനന്തര ഫലങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവിടെ കാണുന്നത്. പക്ഷേ അതിലപ്പുറം ഭയപ്പെടേണ്ട പല വസ്തുതകളുമുണ്ട്. HTS മുൻപ് തങ്ങൾ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അൽജലാനി ആ ഒരു നിലപാടാണ് കൈക്കൊണ്ടത്. ഒരു പക്ഷേ അൽജലാനി കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഈ ആക്രമണം നടത്തി മുന്നേറുന്നത്. കാരണം അലപ്പോ നഗരത്തിൽ അവർ കീഴടക്കിയ പ്രദേശങ്ങളിൽ കുർദുകളെ അവർ കൊന്നൊടുക്കുന്നു. ദ്രൂസ് വിഭാഗം, മുസ്ലിം ഷിയ ഗ്രൂപ്പിലെ ഒരു വളരെ ന്യൂനപക്ഷ 5% മാത്രമേ ഉള്ളൂ സിറിയയിൽ ആ വിഭാഗം. ദ്രൂസുകളെ വലിയ തോതിൽ അവർ കൊന്നൊടുക്കുന്നു. ക്രിസ്മസ് ട്രീസ് ഒക്കെ ഉണ്ട്. വളരെ ക്രിസ്മസ് ആഘോഷത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അലപ്പോ നഗരത്തിലേക്ക് HTS ആക്രമണം ഇപ്പോൾ വ്യാപിപ്പിച്ചത്. ക്രിസ്മസ് ട്രീ എവിടെ കണ്ടാലും അതൊക്കെ തകർക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത് എന്ന് ലോകമാധ്യമങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ റഷ്യയുടെ പിന്തുണയോടെ ഇവിടെ ഇപ്പോൾ റഷ്യയുടെ പിന്തുണയോടെ സിറിയയുടെ ഔദ്യോഗിക സൈന്യം അലപ്പോയിലേക്ക് വലിയ മുന്നേറ്റം നടത്തുമെന്ന് ഈ കഴിഞ്ഞ ദിവസം ബാഷർ അൽ അസാദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പ്രത്യാശ മാത്രമാണ്. റഷ്യക്കിപ്പോൾ സിറിയയെ സഹായിക്കാൻ കഴിയുന്നത് വ്യോമാക്രമണത്തിലൂടെ മാത്രമേ ഉള്ളൂ. ഒരു കരസേനാ മുന്നേറ്റത്തിന് ശക്തമായ ഒരു സൈനിക സംവിധാനം അസാദിന്റെ പക്കലില്ല. അതുകൊണ്ട് തന്നെ റഷ്യ നടത്തുന്ന ഒറ്റപ്പെട്ട വ്യോമാക്രമണങ്ങൾ കൊണ്ട് അലപ്പോ നഗരം പിടിച്ചെടുത്തിരിക്കുന്ന ഈ HTSനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുക വയ്യ. മറുവശത്ത് മറ്റു ചില ആക്രമണ സാധ്യതകൾ ഇപ്പോൾ ഉരുണ്ടുകൂടുന്നുണ്ട്. അതിൽ ഏറ്റവും ശക്തം അലപ്പോ ഇദ്ലിബ് പ്രദേശങ്ങൾ പൊതുവെ ടർക്കിയോട് ചേർന്ന് കിടക്കുന്ന കിഴക്കൻ പ്രദേശമാണ്. ടർക്കിയുടെ പിന്തുണയിലാണ് ഇപ്പോൾ HTS ആക്രമണം നടത്തുന്നത്. അതിൻ്റെ വടക്ക് ഭാഗത്ത് ടർക്കിയുടെ അതിർത്തിയിൽ തന്നെ വലിയ തോതിലുള്ള പ്രദേശം കുർദുകൾ കീഴടക്കി വെച്ചിരിക്കുന്നു. കുർദ് സേന അഥവാ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കയ്യിലാണ് ആ മേഖല. കാലങ്ങളായി അമേരിക്കയാണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ പിന്തുണച്ചിരുന്നത്. 2011 മുതൽ ആഭ്യന്തര യുദ്ധം ശക്തമായിരുന്ന കാലഘട്ടത്തിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന് വേണ്ട ആയുധങ്ങളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്ത അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചേർന്നായിരുന്നു. പിന്നീട് ആ കുർദ് മേഖലയിലേക്ക് ഐസിസ് വളർന്നു കയറിയപ്പോൾ ഐസിസിനെതിരെ പൊരുതാൻ അവരെ ശക്തമാക്കിയതും അമേരിക്ക തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഐസിൽ ആയി വളർന്നതും അൽ ബാഗ്ദാദിയുടെ നേതൃത്വത്തിൽ കലിഫേറ്റ് അവിടെ രൂപീകരിക്കപ്പെട്ടതും ഒക്കെ നമുക്കറിയാം. ഐസിസിനെ എന്നേക്കുമായി ആ പ്രദേശത്ത് നിന്ന് തുടച്ചു നീക്കിയത് അമേരിക്കയും 53 സഖ്യരാജ്യങ്ങളും മാത്രമല്ല, അതിന് മുന്നിൽ നിന്ന് നയിച്ചത് കുർദ് സേനയുടെ ആ നട്ടെല്ലും പോരാട്ട വീര്യവും തന്നെയാണ്. അവശേഷിക്കുന്ന കുർദ് സേന വിമത രൂപത്തിൽ ആ കിഴക്കൻ മേഖലയിൽ വലിയ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. 2020 നിലവിൽ വന്ന ഒരു കരാർ പ്രകാരം, അത് ഇറാനും റഷ്യയും ടർക്കിയും ഇടപെട്ടുള്ള ഒരു സമാധാന കരാറാണ്. ആ കരാർ പ്രകാരം കുർദ് മേഖലയിലെ നിയന്ത്രണം അവർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് HTSന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശം. ഇതൊക്കെ വിമത ഗ്രൂപ്പുകൾ കൈയാളിയിരിക്കുന്ന പ്രദേശങ്ങളാണ്. സിറിയയുടെ ഔദ്യോഗിക ഭരണകൂടത്തിന് കീഴിൽ 2/3 ഭാഗം മാത്രമേ സിറിയയിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ
യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തി എന്ന് നമ്മൾ വിശ്വസിക്കാൻ മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. HTSന്റെ ആക്രമണം കനക്കുമ്പോൾ അവർ കുർദുകൾക്ക് നേരെ തിരിഞ്ഞാൽ അത് ഖുദ്സ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ പ്രകോപിപ്പിക്കും. അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം HTSന് നേർക്കുണ്ടാകും. അങ്ങനെ വന്നാൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ സഹായിക്കാൻ അമേരിക്ക നിർബന്ധിതമാകും. ഒരു വശത്ത് അതിശക്തമായ ആക്രമണം ഇപ്പോൾ HTS റഷ്യൻ പിന്തുണയോടെ ഔദ്യോഗിക സേന ആക്രമണം നടത്തുമ്പോൾ, മറുവശത്ത് ടർക്കിയുടെ പിന്തുണയോടെ ഔദ്യോഗിക സേനയ്ക്കെതിരെ പൊരുതുന്ന HTS, മറുവശത്ത് കുർദുകൾ കൂടി HTSനെതിരെ തിരിയുമോ എന്ന ആശങ്ക മറുവശത്ത് നിൽക്കുന്നു. വളരെ സ്ഫോടനാത്മകമായ സാഹചര്യമാണ്. സിറിയ പൂർണ്ണമായും ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതി വീഴുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് മുന്നിൽ. അസാദ് ഭരണകൂടത്തിന് ഈ ആക്രമണത്തിന് മുന്നിൽ ലോകരാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയില്ലാതെ നിൽക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ ഇടപെടാൻ തയ്യാറായിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി ഡമാസ്കസിൽ എത്തിയിട്ടുണ്ട്. സിറിയൻ സർക്കാരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇറാന്റെ ഒരു നിലപാട് എന്തായിരിക്കും ഈ കാര്യത്തിൽ? ഇറാന്റെ പിന്തുണയുള്ള ഷിയ മിലിഷ്യകളെ ഇന്ന് വൻതോതിൽ ഇറാഖിൽ നിന്ന് ആക്രമണം നടത്താനായി അലപ്പോയിലേക്ക് അയക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ആ സൈനിക വിഭാഗം ഇപ്പോൾ അലപ്പോയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അവിടെ എത്തിയാൽ അത് ഇസ്രയേൽ തടയും. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് സിറിയയിൽ അവരുടെ പ്രസൻസ് യാതൊരു വിധത്തിലും അംഗീകരിക്കുന്നില്ല. ഇതുവരെ HTS തലപൊക്കാതിരിക്കാൻ ഒരു പിടി കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ മുഖ്യം ശക്തമായി നിലകൊണ്ടിരുന്ന ഹിസ്ബുള്ളയുടെ സാന്നിധ്യം തന്നെയാണ്. സിറിയയുടെ ഔദ്യോഗിക സേനയ്ക്കൊപ്പം വളരെ ശക്തമായിരുന്നു ഹിസ്ബുള്ളയുടെ സാന്നിധ്യം. മറുവശത്ത് ഇറാഖിലെ ഷിയ മിലിഷ്യകൾ എപ്പോഴും അസാദ് ഭരണകൂടത്തെ പിന്തുണച്ചിരുന്നു. ഇറാൻ ശക്തമായി നിലകൊണ്ടിരുന്നു. ഇറാനും ഇറാന്റെ പ്രോക്സികളും ഔദ്യോഗികമായി തന്നെ പിന്തുണച്ചിരുന്നു അസാദ് ഭരണകൂടത്തെ. പക്ഷെ ഇസ്രയേലുമായുള്ള ഈ ആക്രമണം ഇറാന്റെ ചെറുകരിഞ്ഞിട്ടു. ഇറാൻ പ്രോക്സികളൊക്കെ ദുർബലമായി. ഹിസ്ബുള്ള സമാനതകളില്ലാത്ത തലത്തിൽ ഇപ്പോൾ ദുർബലമായി എന്ന വസ്തുതയാണ് നമുക്ക് മുന്നിലുള്ളത്. സിറിയയിലെ 70ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അപ്പോഴൊക്കെ വളരെ സൂക്ഷ്മതയോടെ മാത്രമേ അസാദ് പ്രതികരിച്ചിട്ടുള്ളൂ. ഇസ്രായേലിനെതിരെ ഒരു വിധത്തിലും ബാഷർ അൽ അസാദ് തിരിഞ്ഞില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. മറുവശത്ത് തനിക്കെതിരെ വലിയ ഭീഷണി മുഴക്കുന്ന HTSും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും ഒക്കെ നിൽക്കുമ്പോൾ അസാദിനെ സംബന്ധിച്ച് ഇസ്രായേലിനെതിരെ തിരിയുക ഒട്ടും എളുപ്പമല്ല. എല്ലാ കാലത്തും സിറിയൻ ഭരണകൂടത്തെ താങ്ങി നിർത്തിയിരുന്നത് റഷ്യയുടെ ഇടപെടലുകളാണ്. അത് 2016 മുതൽ റഷ്യ സിറിയയെ സഹായിക്കുന്നു ഔദ്യോഗികമായി തന്നെ. 2011 ആഭ്യന്തര യുദ്ധം, അത് 2012 അലപ്പോ നഗരം പൂർണ്ണമായി വിമതരുടെ കയ്യിലാകപ്പെട്ടു. അലപ്പോ നഗരം 2012 മുതൽ തിരിച്ചു പിടിക്കാൻ ബാഷർ അൽ അസാദ് വല്ലാതെ കഷ്ടപ്പെട്ടു. അന്ന് അസാദിനെ സഹായിച്ചു മുന്നിൽ നിന്നത് ഇറാൻ തന്നെയായിരുന്നു. ഒടുവിൽ 2015 ബാഷർ അൽ അസാദിനെ സഹായിക്കണം എന്ന് പറഞ്ഞ് അന്ന് ഖാസിം സുലൈമാനി മോസ്കോയിലെത്തുന്നു, റഷ്യയുടെ പിന്തുണ തേടുന്നു. അങ്ങനെ 2015 റഷ്യ ഔദ്യോഗികമായി തങ്ങളുടെ സേനാ വിഭാഗത്തെ അയക്കുന്നു. സിറിയൻ ഭരണകൂടത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. 2015 റഷ്യ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് അലപ്പോ നഗരം വീണ്ടും ഔദ്യോഗിക സേനയുടെ കീഴിൽ ആക്കാൻ കഴിഞ്ഞത്. അത് റഷ്യയുടെ പരിപൂർണമായ ആക്രമണത്തെ തുടർന്നായിരുന്നു അന്ന് വിമതരെ അവിടെ നിന്ന് തുരത്താൻ കഴിഞ്ഞത്. അന്ന് വിമതർ HTSന്റെ രൂപത്തിലല്ല, അൽ നുസ്ര പോലെയുള്ള ഭീകര സംഘങ്ങളായിരുന്നു. അതിനു മുൻപ് പിന്നീട് അൽ ഖ്വയ്ദയുടെ ഒരു വിഭാഗം ISISലേക്ക് മാറുന്നു. വലിയ തോതിൽ ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകൾ ഒരുമിച്ചാണ് ISIS എന്നൊരു പ്രസ്ഥാനം അൽ ബാഗ്ദാദിയിലൂടെ രൂപപ്പെട്ടത്. ISIS ലോകത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയാണെന്നും അതിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യണമെന്നും ഉറച്ച തീരുമാനം അമേരിക്കയും റഷ്യയും ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് കൈക്കൊള്ളുന്നു. അതിനെ തുടർന്ന് 53 ലോകരാജ്യങ്ങളുടെ സഖ്യം അവരുടെ പിന്തുണയിൽ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങൾ. ഒടുവിൽ 2018 വരെ ഈ ആക്രമണം തുടർന്നിരുന്നു. 2019 ഔദ്യോഗിക വിജയം പ്രഖ്യാപിക്കുമ്പോൾ ISIS ഇനിയില്ല എന്ന പ്രഖ്യാപനമാണ് അന്ന് അമേരിക്ക നടത്തിയത്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. പിന്നീട് മധ്യപൂർവേഷ്യയിൽ നിന്ന് വലിയ തോതിൽ സൈന്യത്തെ അമേരിക്ക പിൻവലിച്ചു. അമേരിക്കയുടെ പിന്മാറ്റത്തെ തുടർന്ന് സിറിയയുടെ വലിയ ഭാഗങ്ങളിലേക്ക് പിന്നീട് കടന്നു ചെന്നത് വിമത സേനയാണ്. അവർ പല പ്രദേശങ്ങളും പിടിച്ചടക്കി. 2020 ആ കരാറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും സങ്കീർണത നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സിറിയ.
ഈ ഒരവസ്ഥ വളരെ ഗൗരവത്തോടെ ഇസ്രയേൽ നോക്കിക്കാണുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ച് അസാദ് ഭരണകൂടം വീഴുന്നതിനോട് ഇസ്രയേലിന് യോജിപ്പില്ല. അസാദ് ഭരണകൂടം ഇറാന് കീഴ്പ്പെട്ട് നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അസാദിന് അത് മാത്രമേ തൻ്റെ നിലനിൽപ്പിനായി ചെയ്യാൻ കഴിയൂ. അതിലപ്പുറം ഇസ്രയേലുമായി കൈകോർക്കുന്നത് ആ രാജ്യത്തിലെ ഷിയ മുസ്ലിങ്ങളെ വല്ലാതെ പ്രകോപിപ്പിക്കും. സുന്നി വിഭാഗമാണ് അവിടെ കൂടുതലുള്ളത്. വലിയ തോതിൽ ക്രിസ്ത്യൻ വിഭാഗവും സിറിയയിലുണ്ടായിരുന്നു. പക്ഷെ 2011 തുടങ്ങിയ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് നിരവധി ക്രിസ്ത്യൻ സമൂഹം യൂറോപ്പിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറി നിരവധി പേരെ കൊന്നെറിഞ്ഞു. ഏകദേശം 6 ലക്ഷത്തോളം ആളുകളെ കൊന്നൊടുക്കിയ ആഭ്യന്തര യുദ്ധമാണ് നടന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടപലായനം നടത്തി. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് HTS അവിടെ കൂടുതൽ കരുത്താർജിക്കുന്നത് അവർ അപകടത്തോടെ തന്നെ കാണുന്നു. കാരണം ടർക്കിയുടെ കൂടുതൽ ശക്തരായ പ്രോക്സികളാണ് HTS. അപ്പോൾ ആ മേഖല കൈയടക്കി അസാദ് ഭരണകൂടത്തെ വിഴുങ്ങി ഏതെങ്കിലും തലത്തിൽ അവർ അധികാരത്തിലെത്തിയാൽ അത് ഇസ്രായേലിന് അത്ര കണ്ട് സന്തോഷിക്കാനുള്ള വകയില്ല. മറുവശത്ത് ഇസ്രായേൽ ഭയപ്പെടുന്ന ചില ഇസ്ലാമിസ്റ്റ് ഭീകര സംഘങ്ങളുണ്ട്. അവരുടെ കയ്യിലേക്ക് ഭരണം ചെല്ലുന്നതും ഇസ്രായേലിനെ സംബന്ധിച്ച് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മതയോടെയാണ് മേഖലയിലെ ഇപ്പോഴത്തെ സംഘർഷം തങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നു. ഇപ്പോൾ അസാദിന് സംഭവിച്ച ഗതികേടിന്റെ നേരിട്ടുള്ള ഉത്തരവാദി ബോധപൂർവം അല്ലെങ്കിലും ഇസ്രായേൽ തന്നെയാണ്. കാരണം ഇറാന്റെ പ്രോക്സികളും ഇസ്രായേലിന് നേർക്ക് തിരിഞ്ഞപ്പോൾ ഹിസ്ബുള്ളയെ ആക്രമിച്ച് തകർത്തു. ഇറാന്റെ സേനാശേഷിയെ പോലും ഇസ്രായേൽ വെല്ലുവിളിച്ച് ആക്രമണങ്ങൾ നടത്തി. സാധാരണഗതിയിൽ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും ഇറാന്റെ സേനാവിന്യാസം സിറിയയുടെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇക്കുറി ഇസ്രായേലിനെ ഭയന്ന് ഇറാൻ അത്തരം നീക്കങ്ങൾക്ക് മുതിരുന്നില്ല. ഹിസ്ബുള്ളയുടെ പോലും യാതൊരു വിധത്തിലുമുള്ള നീക്കങ്ങൾ സാധ്യമല്ല. കാരണം ഇസ്രായേൽ അത്ര ഗൗരവത്തോടെ ഹിസ്ബുള്ളയെ നോക്കിക്കാണുന്നു. ഇറാനെ ദുർബലമാക്കിയപ്പോൾ ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ ഇസ്രായേൽ എത്തിയപ്പോൾ അത് അസാദിനെ സംബന്ധിച്ച് തൻ്റെ ഭരണ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ കാലഘട്ടമായി. ഇപ്പോൾ എന്തായാലും റഷ്യ യുദ്ധത്തിലാണ്, യുക്രൈനുമായിട്ടുള്ള വലിയ രീതിയിലുള്ള പോർവിളികൾ, അവിടെ ഒരു കനത്ത യുദ്ധത്തിന്റെ വക്കിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സിറിയൻ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് റഷ്യക്ക് വലിയ രീതിയിലുള്ള സേനാവിന്യാസം സിറിയയിൽ നടത്തേണ്ടി വരുന്നു. വലിയൊരു പ്രതിസന്ധിയാണ് പുടിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഈ 2 മേഖലകളിലേക്കും അതിശക്തമായ നിരീക്ഷണം ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇവർ വീണ്ടും പിടിച്ചെടുത്തിരിക്കുകയാണ് അലപ്പോ നഗരം. ഡമാസ്കസിന് 350 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഉള്ളത്. അപ്പോൾ റഷ്യക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയല്ലേ? റഷ്യയെ സംബന്ധിച്ച് 2022 തുടങ്ങിയ യുക്രൈൻ യുദ്ധം തന്നെയാണ് അവർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. റഷ്യ ഭയപ്പെടുന്ന മറ്റു ചില വസ്തുതകളുണ്ട്. കാരണം ഏതെങ്കിലും വിധത്തിൽ HTS കുർസേനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക മേഖലയിലേക്ക് ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുമോ? അമേരിക്ക ഔദ്യോഗികമായി അസാദ് ഭരണകൂടത്തെ പിന്തുണയ്ക്കാൻ എത്തില്ല. കാരണം 2011 UN അവതരിപ്പിച്ച ഒരു റെസൊല്യൂഷൻ ഉണ്ട്. അന്ന് അമേരിക്കയാണ് റെസൊല്യൂഷൻ കൊണ്ടുവരുന്നത്. സിറിയൻ ഭരണകൂടം ജനവിരുദ്ധമാണെന്നും മനുഷ്യവിരുദ്ധ നടപടികളാണ് അവർ കൈക്കൊള്ളുന്നതെന്നും അതുകൊണ്ട് തന്നെ ഭരണകൂടത്തെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റെസൊല്യൂഷൻ അന്ന് UN അമേരിക്ക കൊണ്ടത് 2011. ആ റെസൊല്യൂഷനെ തള്ളിക്കളഞ്ഞത് അന്ന് റഷ്യയാണ്. അതാണ് റഷ്യക്ക് അന്ന് അസാദ് ഭരണകൂടവുമായുള്ള ബന്ധത്തിന്റെ തുടക്കം. റഷ്യ മറ്റു ചില കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് അമേരിക്കയുടെ ആ ഒരു റെസൊല്യൂഷൻ വീറ്റോ ചെയ്യുന്നത്. പിന്നീട് അമേരിക്ക ഔദ്യോഗിക ഭരണത്തിനെതിരെ നിലകൊണ്ടത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ സഹായിച്ചുകൊണ്ടാണ്. ഈ ഘട്ടത്തിൽ അമേരിക്ക സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന് സംരക്ഷണ കവചം ഒരുക്കാൻ അങ്ങോട്ടേക്ക് കടന്നു വന്നാൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും അസാദ് ഭരണത്തിനെതിരെ തിരിയും. അത് നേർക്കുനേർ റഷ്യയുമായുള്ള ഒരു കൺഫ്രണ്ടേഷനിൽ ചെന്നെത്തും. അതുകൊണ്ട് അമേരിക്ക സൂക്ഷ്മതയോടെ മാത്രമേ ഇപ്പോൾ കരുക്കൾ നീക്കൂ. മറുവശത്ത് റഷ്യയും അതീവ സൂക്ഷ്മതയോടെ മാത്രമേ കരുക്കൾ നീക്കാൻ റഷ്യയ്ക്കും കഴിയൂ. ഇവിടെ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാവാൻ ഇടയുള്ളത് ഇപ്പോൾ HTS കുർദുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണമാണ്. ഇപ്പോൾ HTS ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടത്തുന്ന ആക്രമണമാണ്. ഇപ്പോൾ HTS ദ്രൂസ് വിഭാഗങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളാണ്. കാരണം ഷിയ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും ഒരു ന്യൂനപക്ഷമാണ് ദ്രൂസിനെ വലിയ തോതിൽ അവർ കൊന്നൊടുക്കുന്നു. തികഞ്ഞ ഒരു ഇസ്ലാമിസ്റ്റ് ജിഹാദ് സമീപനമാണ് ഇപ്പോൾ HTS പുലർത്തുന്നത്. അതാണ് ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്.
HTSനെ തോൽപ്പിക്കാനായി മറ്റു രാജ്യങ്ങൾ അസാദ് ഭരണകൂടത്തിന് പിന്തുണ നൽകാൻ എളുപ്പമല്ല. അതിന്റെ കാരണം റഷ്യൻ പിന്തുണയോടെ, ഇറാൻ പിന്തുണയോടെ അസാദ് നിലകൊള്ളുന്നു എന്നിടത്ത് തന്നെയാണ്. അസാദ് ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയിലാണ്. ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ, അതായത് ട്രംപ് വരാൻ പോകുകയാണ്. ട്രംപിന് ഇതിനു മുൻപിൽ ഉണ്ടായിരുന്ന 2 പ്രതിസന്ധികൾ, യുക്രൈൻ റഷ്യ യുദ്ധം, അതുപോലെ തന്നെ ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. ഇതിപ്പോൾ സിറിയയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ ട്രംപിന് മുന്നിൽ വീണ്ടും ഒരു വെല്ലുവിളിയാണ്, ഒരു യുദ്ധമുഖം കൂടി തുറന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിച്ച ഒരു ജനവിഭാഗമാണ് ഈ സിറിയൻ ജനത. അവര് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ആഭ്യന്തര യുദ്ധത്തിൽപ്പെട്ട് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇറാഖിലെ യസീദികൾ മാത്രമല്ല, സിറിയയിലെ ക്രിസ്ത്യൻ സമൂഹം, അവിടുത്തെ കുർദ് വിഭാഗം, അവരെയൊക്കെ എത്ര ക്രൂരമായി വേട്ടയാടിയ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ ഈ ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് എല്ലാവരും ഒരു ചവിട്ടുപടിയാക്കുകയാണ് ഈ സിറിയയിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടായാൽ ഓരോ വിമത സേനയെയും സഹായിക്കാൻ ഓരോ രാജ്യങ്ങളെത്തും. ആ രാജ്യങ്ങളുടെ പ്രസൻസ് ആ സിറിയ എന്ന നല്ലൊരു രാജ്യത്തെ വീണ്ടും എന്നേക്കുമായി കലാപങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും തള്ളിയിടും. ഇതിനെ ഇസ്രായേൽ നോക്കിക്കാണുന്ന മറ്റൊരു വിധത്തിലാണ്. സിറിയ ഒരു ചവിട്ടുപടിയാക്കി പ്രോക്സികളെ വളർത്താനാണ് ഇത്രയും കാലം ഇറാൻ ശ്രമിച്ചത്. പക്ഷേ ഇറാന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സിറിയയിലെ ഈ സംഭവ വികാസങ്ങൾ. അത് തങ്ങൾക്ക് ഏതു വിധത്തിൽ പരിണമിക്കും എന്നറിയാത്തത് കൊണ്ടാണ് ഇസ്രായേൽ ഈ വിഷയത്തിൽ ഒരു നിലപാട് പോലും വ്യക്തമാക്കാത്തത്. എന്നാൽ ഹിസ്ബുള്ള സിറിയയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തലപൊക്കിയാൽ അപ്പോൾ ഇസ്രായേൽ അവരെ കയറിയിടിക്കുന്ന കാഴ്ച ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെയും സിറിയയിലെ ചില ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാൻ അതുകൊണ്ടാണ് ഇത്രയധികം ഭയപ്പെട്ട് നിൽക്കുന്നത്. ഇറാൻ ഏറ്റവും ദുർബലാവസ്ഥയിലാണ്, റഷ്യയും ദുർബലാവസ്ഥയിലാണ്. അസാദ് ഭരണകൂടം നിലംപൊത്തിയാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും അശാന്തി നിറഞ്ഞൊരു പ്രദേശമായി സിറിയ മാറും. അത് സമാനതകളില്ലാത്ത ദുരന്തങ്ങളുടെ ഒരു ഭൂമിയായി മാറും. അത്തരമൊരു സാഹചര്യം ഒരു ലോകരാജ്യവും ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് സിറിയ തള്ളിയിടണമെന്ന് അവരാരും ഒട്ടും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ടർക്കി ഇപ്പോൾ ചെയ്യുന്ന ഒരു ക്രൂരതയുണ്ട്. HTSനെ ഉപയോഗിച്ച് ഔദ്യോഗിക സേനയെ ആക്രമിക്കുക, അലപ്പോ നഗരം കീഴടക്കി എന്നതിന് ഏറ്റവും വലിയ തെളിവുകൾ HTSന്റെ ഈ ഭീകരർ ഇന്നലെ അലപ്പോ നഗരത്തിലെ ബാഷർ അൽ അസാദിന്റെ വസതിയിലേക്ക് ഇരച്ചു കയറുകയും ആ വസതിയിലൂടെ, പണ്ട് നമ്മൾ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഈ സാധാരണ ജനങ്ങൾ ഇരച്ചു കയറി അതുപോലെയല്ല, ഇത് തോക്കൊക്കെ ആയിട്ട് ഭീകരന്മാർ അസാദിന്റെ വസതിയിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പല തന്ത്രപ്രധാന സ്ഥലങ്ങളും അവർ പിടിച്ചു. അലപ്പോ വിമാനത്താവളം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് HTS പ്രഖ്യാപിച്ചു. റഷ്യൻ ആക്രമണങ്ങൾക്ക് വലിയ പരിമിതിയുണ്ട്. നേരത്തെ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെയായി നടത്തിയ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളൊന്നും ഇവിടെ അത്ര നടക്കില്ല. കാരണം HTS ഏറെക്കുറെ ഒരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുകയാണ്. അവരുടെ നിയന്ത്രണത്തിലാണ്, ഇദ്ലിബ് അവരുടെ നിയന്ത്രണത്തിലാണ്. ടർക്കിയുടെ ബോർഡർ പ്രദേശങ്ങൾ, അതിർത്തി പ്രദേശങ്ങളൊക്കെ അവരുടെ നിയന്ത്രണത്തിലാണ്. ഇനി എന്തെങ്കിലും വലിയ അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ ടർക്കിക്ക് ഉള്ളിലേക്ക് കയറി സുരക്ഷിത സ്ഥാനത്ത് അവർക്ക് തുടരാൻ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ടർക്കി പ്രദേശങ്ങളിലേക്ക് കടന്നാക്രമിക്കാൻ റഷ്യക്ക് കഴിയില്ല. അത് നാറ്റോ സഖ്യരാജ്യമാണ്. അത് നാറ്റോ സഖ്യരാജ്യങ്ങൾ ടർക്കിയുടെ ഭൂപ്രദേശത്തിലേക്ക് റഷ്യ കടന്നാക്രമണം നടത്തിയാൽ കയ്യിൽ നിൽക്കില്ല. അത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ടർക്കിയെ സംരക്ഷിക്കാൻ നാറ്റോ രാജ്യങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ റഷ്യക്കും ഇടപെടാൻ ഒരുപാട് പരിമിതിയുണ്ട്. അലപ്പോ നഗരത്തിൽ നിന്ന് ദമാസ്കസിലേക്ക് ഈ HTS കടന്നു വരുന്നത് ഒരു പക്ഷെ തടയാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അലപ്പോ എങ്ങനെ തിരിച്ചെടുക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. കാരണം ഇസ്രായേൽ സേന ഗസയിലേക്ക് കടന്നതുപോലെ അലപ്പോയിലേക്ക് ദമാസ്കസിന്റെ സേനയ്ക്ക് കടന്നു വരാൻ കഴിയില്ല. ദമാസ്കസ് അല്ലെങ്കിൽ അസാദിന്റെ സേന വളരെ ദുർബലമാണ്. മുൻപൊക്കെ അവിടെ സൈനിക സേവനം മാൻഡേറ്ററി ആയിരുന്നെങ്കിൽ ഇപ്പോൾ വോളണ്ടറിയാണ്. സൈനികർക്ക് വലിയ ശമ്പളമില്ല, ആനുകൂല്യങ്ങളില്ല, അവർക്ക് നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു മാനസികമായ അവസ്ഥ വളരെ ദുർബലാവസ്ഥയിലാണ്. ഒരു ഫൈറ്റിംഗ് സേനയല്ല സിറിയൻ ഔദ്യോഗിക സേന. അവരുടെ ആയുധങ്ങളില്ല, വേണ്ടത്ര സംവിധാനങ്ങളൊന്നുമില്ല. അലപ്പോയിലെ HTSനിരിക്കുന്ന ടാങ്കുകളിലൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു വിമത സഖ്യമാണ്, വിമത സേനയാണ്. പക്ഷെ അവർ വെൽ എക്യുപ്ഡായി നിൽക്കുന്നു ഒരു ഔദ്യോഗിക സേനയ്ക്കെതിരെ. സമാനമായ ഒരു സാഹചര്യം
ഈ അടുത്ത 2000-ന് ശേഷം സിറിയ നേരിട്ടിട്ടില്ല. പക്ഷെ അസാദ് ആ ഭരണകൂടം ഒഴിഞ്ഞുകൊടുത്ത് ഒരു ജനാധിപത്യത്തിലേക്ക് സിറിയ കടക്കാനുള്ള സാഹചര്യം, അതിനുള്ള സാഹചര്യവുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഒരു 2011 തന്നെ അതിന്റെ ആ ഒരു രീതിയിലേക്ക് തന്നെ വീണ്ടും സിറിയ മാറുകയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു, ഒരു 6 ലക്ഷത്തോളം ജീവനുകൾ എടുക്കപ്പെട്ട ആഭ്യന്തര കലാപമാണ് പിന്നീട് ഇങ്ങോട്ടുണ്ടായത്. അതേ സാഹചര്യത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? 2011 സമാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്തതിന് 2 കാരണങ്ങളുണ്ട്. 2011 അവിടെ ആഭ്യന്തര യുദ്ധം തുടങ്ങുമ്പോൾ ഐസിസ് ഉദയം ചെയ്തിരുന്നില്ല. അതിനുശേഷം 2014 കാലഘട്ടത്തിലാണ് ഐസിസ് അൽ ബാഗ്ദാദി ഐസിസിനെ പ്രഖ്യാപിക്കുന്നതും പിന്നീട് 2016-കളിൽ 2015-16 കാലഘട്ടത്തിൽ കലിഫേറ്റ് രൂപീകരിക്കുന്നതും പിന്നീട് സഖ്യസേനകളുടെ ആക്രമണത്തിൽ അത് ശിഥിലമാകുന്നതും. അന്ന് നടത്തിയ ആക്രമണങ്ങൾ സമാനതകളില്ലാത്ത, ചരിത്രത്തിൽ ഇന്നും വലിയ ദുരന്തമായി അവശേഷിക്കുന്ന, എത്രയോ നിരപരാധികളെ കൊന്നൊടുക്കിയ കൊടും വേട്ടകളായിരുന്നു. അന്ന് മതത്തിന്റെ പേരിൽ ആളുകളെ കൊന്നൊടുക്കുന്നു. സിറിയയിലേക്ക് അൽ ബാഗ്ദാദി ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് പോലും, കാസർഗോഡ് നിന്ന് പോലും ആളുകൾ പോയിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് ഓരോ തുറുങ്കുകളിൽ അടയ്ക്കപ്പെട്ട് അവരുടെ ദയനീയാവസ്ഥ നമ്മൾ കണ്ടതാണ്. അന്ന് കരുത്തോടെ നിന്ന് പൊരുതിയ അമേരിക്ക ആ കരുത്തിനി കാണിക്കുമോ? കാരണം ഇസ്രായേൽ വിഷയത്തിൽ പോലും ശക്തമായി ഇടപെടാൻ ആദ്യഘട്ടത്തിൽ മടി കാണിച്ചിരുന്നു ജോ ബൈഡൻ. ഇനി എന്തിനാണ് അമേരിക്കൻ സൈന്യത്തെ ഇങ്ങനെ ബലി കൊടുക്കുന്നത് എന്ന ചോദ്യം 2019 മുതൽ അതിനു മുമ്പ് തന്നെ 2017 ട്രംപ് അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കയിൽ അന്ന് ശക്തമായിരുന്നു. അതിന്റെ ബാക്കി പത്രമാണ് അധികാരത്തിൽ നിന്ന് ഒഴിയുന്ന 2020 കാലഘട്ടത്തിൽ ട്രംപ് അധികാരത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ തൊട്ട് മുൻപ് 2019 അന്ന് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നുമൊക്കെ തങ്ങളുടെ സേനയെ പൂർണ്ണമായി അമേരിക്ക പിൻവലിക്കുന്നത്. അന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായി സേനയെ പിൻവലിച്ചത് ജോ ബൈഡന്റെ കാലഘട്ടത്തിലാണ്. ഈ ചരിത്ര വസ്തുതകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ അത്ര ശക്തമാകില്ല എന്ന് കരുതേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ വിമത സഖ്യത്തിന്റെ കയ്യിൽ സിറിയ ഭദ്രമായിരിക്കില്ല. അവിടെ വീണ്ടും അൽ ഖ്വയ്ദ പോലെയോ ഐസിസ് പോലെയോ ഉള്ള കൊടും ഭീകര സംഘങ്ങൾ തന്നെ പിന്നീട് തലപൊക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. ശക്തമായൊരു ഭരണകൂടത്തിന്റെ അഭാവം കൊണ്ടാണത്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് സിറിയ ഇപ്പോൾ വീണിരിക്കുന്നത്. ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു, ഒരു അലപ്പോ പിടിച്ചെടുത്തു, വീണ്ടും അവർ പിടിച്ചെടുത്തു എന്നുള്ളതാണ് മുന്നിലുള്ള കാഴ്ച. ഒരു വലിയ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ റഷ്യയ്ക്കും പരിമിതികളേറെയാണ്. പറയാനുള്ളത്, വീണ്ടും അവിടുത്തെ ജനങ്ങൾ അഭയാർത്ഥികളാകുന്നു, പലായനം ചെയ്യുന്നു, സിറിയ ഒരു കലാപ ഭൂമിയായി മാറുന്നു എന്നുള്ളതാണ്. കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.